പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിക്കാൻ ഞാൻ ലോകത്ത് ഞാൻ ഇപ്പൊ നിങ്ങളെ മുന്നേ കുത്തിന്ന് പറയാം. എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റുണ്ടോ? നിങ്ങളൊക്കെ വിശ്വാസികളല്ലേ? വിശ്വാസം ഇല്ലാത്തവരുണ്ട്, ഞാൻ പറയുന്ന ഔട്ടാണ്. വിശ്വാസികളായ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പ്രശ്നമില്ല. ഞാനിങ്ങനെ ഫോണിൽ കാണുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡോക്ടർ ക്ലാസ് എടുക്കുക. അപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെന്നാലും ഇത് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലായോണ്ട് ഞാൻ എന്റെ ലൈഫിൽ എന്ത് വിഷയം വന്നാലും അതിലേക്ക് കണക്ട് ചെയ്യല. ആ വിഷയത്തിലേക്ക് ഞാൻ കണക്ട് ചെയ്യും. അപ്പൊ മൂപ്പര് ഒരു ഫോട്ടോ കാണിച്ചു തന്നു ലാപ്ടോപ്പില്. ആ കുട്ടി ഇരുന്ന് കരയുന്ന എല്ലാരും ചിന്തിച്ച ഒരു കുട്ടി ഇരുന്ന് വല്ലാണ്ട് കരയുന്ന ഒരു ഫോട്ടോ കാണിച്ചു തന്നു. ആ കുട്ടി കരയുന്നത് എന്തിനാ അറിയാം? അതിനുശേഷം ഒരു ഫോട്ടോ കാണിച്ചു തന്നു, ഒരു കത്തിക്ക് വേണ്ടിയിട്ടാണ്. ഈ കത്തി ഈ കുട്ടിക്ക് അമ്മ കൊടുക്കുമല്ലേ? ഉറപ്പല്ലേ? കൊടുക്കൂല 100% എല്ലാവർക്കും ഉറപ്പാണല്ലോ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് കാണിച്ചിരുന്നത് വേറൊരു ആൺകുട്ടി കരയുന്നത്. അതൊരു പെൺകുട്ടി കഴിഞ്ഞു, ഇതൊരു ആൺകുട്ടി കരയുന്നത്. ആ കുട്ടി കരയുന്നത് എന്തിനു വേണ്ടിയിട്ടാ അറിയോ? മുറ്റത്തൂടെ എഞ്ഞെടുക്കുന്ന ഒരു പാമ്പിന് വേണ്ടിയിട്ടാ. അന്നേരം കാണിച്ചു കൊടുക്കുന്നത് വാപ്പന്റെ ഫോട്ടോ. ഈ കുട്ടിക്ക് ഈ സാധനം ആരോ കൊടുക്കുവോ? ഉറപ്പാണല്ലോ. എന്താ കൊടുക്കാനാ കാരണം? ഒരു പക്ഷേ ഈ കുട്ടീനെ ഈ പാമ്പ് കൊത്തിയിട്ട് മരിക്കാൻ വരെ സാധ്യത ഉണ്ടെന്ന് ആർക്കറിയാം? പിതാവിനറിയാം. ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മളൊരു സാധനത്തിന് വേണ്ടിയിട്ട് വേണം പെരുമ്പിടുത്തം പിടിക്കും. ഈ സാധനം നമ്മുടെ കയ്യിലേക്ക് തന്നാൽ എന്താ സംഭവിക്കാന്നുള്ളത് മുകളിലുള്ള ഒരാൾക്കറിയാം. അങ്ങനെ ചിന്തിക്കുങ്ങള്. എനിക്ക് ആ ജോലി വേണോ? ആ ജോലി ചിലപ്പോ ആ പ്രയാസമുള്ള ജോലി ആയിരിക്കും എന്ന് ആർക്കറിയാം? നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മളെ ആർക്കാ? ഞങ്ങളെ ഭാഷ പറഞ്ഞാൽ ഞങ്ങൾ അള്ളക്കാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മളെ ദൈവത്തിനോ. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ കത്തി തരുമോ? തരൂലല്ലോ. നമ്മളതിനു വേണ്ടി കറിയൂലേ? ഇത്ര തന്നെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. നമുക്കിപ്പോ നാളത്തെ പ്രശ്നം, ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് വിഷയം വന്നാലും ഞാൻ അതിലേക്കാ കണക്ട് ചെയ്യാം. പ്രശ്നം തീർന്നില്ലേ? നാളെ നമുക്ക് എന്തോ ഒരു വലിയ പ്രശ്നം വരാനുള്ള, നാളെ നമുക്ക് വേറെ വലിയൊരു പ്രശ്നം വരാനുള്ള സിമ്പിളായിട്ട് കഴിച്ചിലാക്കിയില്ലേ? അപ്പൊ പല പ്രശ്നങ്ങളും തീർന്നില്ലേ? നാളെ നമ്മൾ എന്തിനാ സംഭവിച്ചേക്കണേ? നാളത്തെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. നാളെ നമുക്ക് എന്ത് വരാണ്ട്? കത്തിയും ആ പാമ്പും. അത് ചിന്തിച്ചാൽ നമുക്ക് എന്താ ലൈഫ് സെറ്റിലാ. പിന്നെ വരുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ. നാളെ നമുക്ക് ആർക്കും ഓപ്പറേഷൻ വന്ന് നടക്കണമെന്നില്ലല്ലോ. അങ്ങനെ കുറെ ആൾക്കാരെ ഹോസ്പിറ്റലിൽ കിടക്കണില്ലേ? ഇല്ലേ? നമുക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ലല്ലോ. ഇല്ലല്ലോ. പിന്നെന്താ നമ്മള് പ്രശ്നം? പോയി പണിയൊക്കെ പറയാം.